അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മുടെ നാട് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്മതിദാനാവകാശം നമുക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ള ഒരു മാസക്കാലം ഇതിൻ്റെ വിധിനിർണയത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ മണിക്കൂറുകളും മറ്റും ക്യൂ നിന്ന് അവിടെ പോയി ചെയ്ത വോട്ട് അത് ഫലവത്താകുമോ എന്ന ഒരു ആകാംക്ഷയാണ് ഇനി നമ്മുടെ മനസ്സിലുണ്ടാവുക. ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിക്കുമോ, അതല്ല എൻ്റെ വോട്ട് പാഴായി പോകുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ടാകും. റിസൾട്ട് വരുമ്പോൾ ചിലർക്കെങ്കിലും താൻ വോട്ട് ചെയ്ത ആളല്ല വിജയിച്ചതെങ്കിൽ അത് പാഴായി പോയല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകാറുണ്ട്. ഇനി അതല്ല, നമ്മൾ വോട്ട് ചെയ്ത ആൾ തന്നെ വിജയിക്കുമ്പോൾ സന്തോഷവും നമുക്കുണ്ടാകും. ഇനി നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടെങ്കിൽ പോലും അടുത്ത ഒരു ഇലക്ഷന് നമുക്ക് വീണ്ടും നമുക്കിഷ്ടമുള്ള ആളുകളെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ, തിരഞ്ഞെടുക്കാൻ ഉള്ള സമയവും സൗകര്യവും നമ്മുടെ ലോകത്തുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒരു യഥാർത്ഥ ഫലപ്രാപ്തിയെക്കുറിച്ചുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവർത്തനങ്ങൾ ഇട്ടു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ സെലക്ഷനും എലക്ഷനും ഏതാണ് എന്നതാണ് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. കാരണം ഈ ദുനിയാവിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നാളെ ഫലം പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അണുമണി തൂക്കമാണ് നമ്മൾ നന്മ ചെയ്തതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നാളെ നമുക്കത് കാണാൻ സാധ്യമാകും. ഒരു അണുമണി തൂക്കമാണ് തിന്മ ചെയ്തതെങ്കിൽ അതും നമുക്ക് കാണാൻ സാധ്യമാകും. സഹോദരന്മാരെയും, ആ ഒരു സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നോ അതനുസരിച്ചുള്ള ഫലം അള്ളാഹു പ്രഖ്യാപിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സജദയുടെ 19, 20 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. ഈ ലോകത്ത് നല്ല സെലക്ഷൻ നടത്തിയ ആളുകൾ, നല്ല തിരഞ്ഞെടുപ്പ് നടത്തിയ ആളുകൾ, നന്മകൾ മാത്രം ചെയ്ത ആളുകൾ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്കാണ് നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആതിഥ്യമായിക്കൊണ്ട്, വിരുന്നായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിക്കാനുള്ള നിത്യവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നന്മകളാണ് എങ്കിൽ, നമ്മൾ പ്രവർത്തിക്കുന്നത് ഖൈറായ കാര്യങ്ങളാണ് എങ്കിൽ ആ ആളുകൾക്കാണ്, ആ സൽക്കർമ്മങ്ങൾക്ക് ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിത്യവാസത്തിൻ്റെ സ്വർഗത്തോപ്പ് നമുക്ക് നൽകുന്നത്. എന്നാൽ വഅമ്മല്ലദീന ഫസഖൂ, ധിക്കാരം കാണിച്ചവർ, തോന്നിവാസം കാണിച്ചവർ, ഈ ദുനിയാവിൽ അനാവശ്യമായി സെലക്ട് ചെയ്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തിരഞ്ഞെടുത്തവർ, തിരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ നേരും നിറയും നോക്കാത്തവർ, ഫമഅ്വാഹുമുന്നാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനുള്ളത് നരകച്ചിയാകുന്നു. കുല്ലമാ അറാദു അയഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, ഓരോ തവണയും ആ നരകത്തിൽ നിന്നും അവർ പുറത്തിറങ്ങാൻ പരിശ്രമിക്കുന്ന സമയത്തോളം അവരെ അതിലേക്ക് വീണ്ടും മലക്കുകൾ അവരെ വീണ്ടും തിരിച്ചയക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വഖീല ലഹും, എന്നിട്ട് അവരോട് പറയപ്പെടും, ദൂഖൂ അദാബൻ നാരില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ, നിങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ അനന്തരഫലം എന്നോണം, അതിൻ്റെ കൂലി എന്നോണം നിങ്ങൾ നരകത്തിൻ്റെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ് എന്ന് ഓരോരുത്തരും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന ഫലപ്രഖ്യാപനത്തിൽ നമ്മൾ വിജയികളാണോ അതല്ല നമ്മൾ പരാജിതരാണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സമയവും സൗകര്യവും ഉണ്ട്. ഈ ലഭ്യമായ സമയത്തെ ദുനിയാവിനെ നന്മകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.